നമസ്കാരം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കുട്ടനാട്ടിൽ എടത്വ, ചെറുതന എന്നിവിടങ്ങളിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഇതിനു പിന്നാലെ ഭോപ്പാലിലെ ലാബുകളിലേക്ക് സാമ്പിളുകൾ അയച്ചിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അയച്ച 3 സാമ്പിളുകളും പോസിറ്റീവായി. പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിനിടയാക്കുന്ന പകർച്ചവ്യാധിയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ പക്ഷിപ്പനി എന്നറിയപ്പെടുന്ന H5N1. ഇതൊരു തരം ഇൻഫ്ലുവൻസ വൈറസാണ്. ഇത് മനുഷ്യരിലേക്കും ബാധിച്ചേക്കാം. രോഗം ബാധിച്ച പക്ഷികളുമായ അവയുടെ കാഷ്ടവുമായോ മലിനമായ പ്രതലങ്ങളുമായോ നേരിട്ടുള്ള സമ്പർക്കം വൈറസ് പടരുന്നതിനുള്ള വഴികളാണ്. അണുബാധ ഇതുവരെ മനുഷ്യരിൽ എളുപ്പത്തിൽ പകരാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് സംഭവിക്കുമ്പോൾ മരണനിരക്ക് 60% വരെ ഉയരാം. 1997 ചൈനയിലാണ് ആദ്യമായി പക്ഷിപ്പനിയുടെ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ശരീരവേദന, തലവേദന, ക്ഷീണം, ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ചൂണ്ടിക്കാണിക്കുന്നു. വയറിളക്കം, ഓക്കാനം, അപസ്മാരം എന്നിവയും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. 2-8 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ആരംഭിക്കുകയും സാധാരണ പനി പോലെ തോന്നുകയും ചെയ്യാം. ചുമ, പനി, തൊണ്ടവേദന, പേശിവേദന, തലവേദന, ശ്വാസം മുട്ടൽ എന്നിവയും ഉണ്ടാകാം.